ഈ അറബിക് ടച്ച് എന്തിനു വേണ്ടിയാ? വീടിന് അറബിക് ടച്ച്, കല്യാണം കഴിച്ചത് ഒരാൾ അറബിക് ടച്ച്. ഇതൊന്ന് എടുത്ത് നോക്കട്ടെ, ഞാൻ ഓരോരുത്തി നോക്കട്ടെ. ഇത് ഗോൾഡ് ആണ്. ഷംന ജാസിമിന്റെ വീട്ടിൽ സ്വർണ്ണമാൻ. ഇത് ഇക്ക വാങ്ങിച്ചതാ ദുബായിൽ. ഇവിടെ എന്തൊക്കെയുണ്ട് ഇക്കന്റെ? ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അതൊരു വലിയ കോൺട്രിബ്യൂഷൻ. പക്ഷെ ഇത് ഞാനൊരു 2022 1 ഇയർ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ റിനോവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ കോൺട്രാക്ടറോട് രതീഷറിനോട് പറയുമായിരുന്നു, ആദ്യം വെറും പെയിന്റ് അടി മാത്രം, കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു ഒന്ന് ഈ ഹാളിൽ ഒരു സംഭവം ഉണ്ട്, അതൊന്ന് പൊളിച്ചാലെന്ന് വിചാരിച്ചു. അങ്ങനെ പൊളിഞ്ഞ് എല്ലാം പൊളിച്ച് എന്റെ ബാങ്ക് ബാലൻസും പൊളിഞ്ഞു. അങ്ങനെ എല്ലാം പൊളിഞ്ഞു. ശരിക്കും എല്ലാവരും പറയും വീട് പണി തുടരുതെന്ന്. അതെ, വീട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എല്ലാം പൊളിയും. ഈ വീട് ചെയ്യുമ്പോഴേ ഞാൻ പറയും ഒരു അറബിക് ടച്ച് വേണം, അറബിക് ടച്ച് വേണം. ഈ അറബിക് ടച്ച് എന്തിനു വേണ്ടിയാ? വീടിന് അറബിക് ടച്ച്, കല്യാണം കഴിച്ചത് ഒരാൾ അറബിക് ടച്ച്. അന്ന് ചിലപ്പോ പടച്ചോൻ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യമായിരിക്കും. അറിയില്ല അപ്പൊ. ഇല്ല, എനിക്ക് പുള്ളിക്കാരനെ അറിയില്ല. ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ വിസയുടെ കാര്യത്തിന് സംസാരിക്കുന്നതല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. ഈ വീട്ടിൽ വന്നപ്പോഴേ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മുടെ ഒരു അറബിക് ടച്ച് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു വീടായിട്ട് ഇതിനൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അഭിപ്രായങ്ങളൊന്നും പറയാൻ ആളല്ല. അഭിപ്രായങ്ങളൊന്നും പറയില്ല. ഇത് എങ്ങനെയുണ്ട്, അത് അങ്ങനെയുണ്ട്, കൊത്തി ചോദിക്കുമ്പോ കുഴപ്പമില്ല. ഇവിടെ നല്ലൊരു മാൻകുട്ടി, അതെ, നല്ലൊരു ടേബിള്, ഇവിടെ നമ്മളിപ്പോ കാണാത്തൊരു വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. ഞാൻ ഓരോരുത്തി നോക്കട്ടെ. ഇത് ഗോൾഡ് ആണ്. ദുബായിനെ കടത്തിക്കൊണ്ടുവരുന്ന, അതെ, നിങ്ങൾ ഗോൾഡ് വിസയുടെ ആൾക്കാരാണല്ലോ. ആണോ? ദുബായിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണക്കട്ടകളാണോ എന്നൊരു സംശയം. ഇവിടെ ഷംന ജാസിമിന്റെ വീട്ടിൽ സ്വർണ്ണമാൻ. എന്താ പറയാ, റെയ്ഡിന്റെ ആൾക്കാർ എന്റെ വീട്ടിലേക്കായിരിക്കും നേരെ. ഷംനയുടെ വീട്ടിൽ എന്തൊക്കെയോ സ്വർണ്ണക്കട്ടകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നൊക്കെ. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ വീട് ഫുള്ള് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നടക്കാം. ഈ 3 കണ്ണാടി ഇവിടെ എന്തിനാ വെച്ചേ? ഇത് മുഖം കാണാൻ തന്നെ അല്ലേ? ഇത് കണ്ണാടി ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇങ്ങനെ ഇതിന് വീടിന് വേണ്ടി ഷോപ്പ് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു റിങ് പോലത്തെ. അപ്പം ഇത് കണ്ടപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഈ ഫ്രെയിമിന് മാച്ച് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചതല്ല. അതില് കണ്ണാടി ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ വിചാരിച്ചു സാധാരണ ഇത്ര ഹൈറ്റ്, ഞാൻ പിന്നെ സ്വതവേ കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ചാലും കാണൂല. ഇത് ഇക്ക വാങ്ങിച്ചതാ ദുബായിൽ. ഇവിടെ എന്തൊക്കെയുണ്ട് ഇക്കന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയുണ്ട്? ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ഇക്കയുടെ കോൺട്രിബ്യൂഷൻ. അതെ, ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അതൊരു വലിയ കോൺട്രിബ്യൂഷൻ. ഇത് ഇക്ക എന്റെ വീട്ടിൽ ദുബായിലത്തെ ഫ്ലാറ്റിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരെണ്ണം. ഇത് ഇക്കേന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാ. പിന്നെ ഇക്കയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്